പ്രിയപ്പെട്ട കൂട്ടുകാരെ, KFIL LSS ഓൺലൈൻ ക്ലാസ്സിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹൃദ്യമായ സ്വാഗതം. പ്രപഞ്ചത്തെക്കുറിച്ച്, നക്ഷത്രങ്ങളെക്കുറിച്ച്, അമ്പിളിമാമനെക്കുറിച്ച്, ഭൂമിയെക്കുറിച്ച് പഠിക്കാത്തവരും അവയെ കാണാൻ ആഗ്രഹിക്കാത്തവരും ആരും ഉണ്ടാകില്ലല്ലോ. മാനത്തേക്ക് എന്ന പാഠഭാഗത്തെ ആസ്പദമാക്കിക്കൊണ്ടുള്ള ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. സൂര്യനും ചന്ദ്രനും ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും നക്ഷത്രങ്ങളും എല്ലാം അടങ്ങുന്നതാണ് നമ്മുടെ സൗരയൂഥം. സൗരയൂഥത്തിൻ്റെ പ്രഭവ അല്ലെങ്കിൽ പ്രധാന കേന്ദ്രമാണ് സൂര്യൻ. സ്വയം പ്രകാശിക്കുന്ന ജ്വലിക്കുന്ന ആകാശഗോളങ്ങളാണ് നക്ഷത്രങ്ങൾ. അതുകൊണ്ട് തന്നെ സൂര്യൻ ഒരു നക്ഷത്രമാണ്. നമ്മുടെ സൗരയൂഥത്തിൽ സൂര്യനെ വലം വയ്ക്കുന്ന 8 ഗ്രഹങ്ങളാണ് ഉള്ളത്. ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ. ഈ ഗ്രഹങ്ങളിൽ ഭൂമിയിലാണ് നമ്മൾ വസിക്കുന്നത്. ഭൂമിയുടെ ഉപഗ്രഹമാണ് ചന്ദ്രൻ. സൂര്യനെ വലം വയ്ക്കുകയാണ് ഭൂമിയും മറ്റു ഗ്രഹങ്ങളും ചെയ്യുന്നതെങ്കിൽ ചന്ദ്രൻ ഭൂമിയെ വലം വയ്ക്കുന്നു. ഏറ്റവും വലിയ ഗ്രഹമായ വ്യാഴവും വ്യാഴത്തിൻ്റെ ഉപഗ്രഹമായ ഗാനിമെഡും സൂര്യനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ബുധനും പ്രഭാത നക്ഷത്രം അല്ലെങ്കിൽ പ്രദോഷ നക്ഷത്രം എന്ന പേരിൽ അറിയപ്പെടുന്ന ശുക്രനും നമ്മുടെ കൊച്ചു ഭൂമിയും വലയങ്ങളുള്ള ഗ്രഹമായ ശനിയും യുറാനസും നെപ്റ്റ്യൂണും എന്ത് മനോഹരമായ കാഴ്ചകളാണ്. ചന്ദ്രൻ ഭൂമിയുടെ ഉപഗ്രഹമാണ്. സ്വയം പ്രകാശിക്കുന്നില്ല, എങ്കിലും സൂര്യനിൽ നിന്നും മറ്റു നക്ഷത്രങ്ങളിൽ നിന്നും ചന്ദ്രനിൽ വീഴുന്ന വെളിച്ചം അത് പ്രതിഫലിപ്പിക്കുന്നു. ആ വെളിച്ചമാണ് നമ്മുടെ ഭൂമിയിൽ എത്തുന്നത്. ചന്ദ്രനിൽ നിന്നും വരുന്ന ആ വെളിച്ചത്തെ നമ്മൾ നിലാവ് എന്നാണ് പറയുന്നത്. ഗ്രഹങ്ങളിൽ ഭൂമിയിൽ മാത്രമേ ഇതുവരെ ജീവനുള്ളതായി കണ്ടെത്തിയിട്ടുള്ളൂ. ഭൂമി സ്വയം കറങ്ങുന്നു. ഭൂമി സ്വയം കറങ്ങുന്നതിനെ ഭ്രമണം എന്നാണ് പറയുന്നത്. ഭൂമിക്ക് ഒരു ഭ്രമണം പൂർത്തിയാക്കുവാൻ 24 മണിക്കൂർ സമയം വേണം. അതാണ് ഒരു ദിവസം. ഭൂമി സ്വയം കറങ്ങുന്നത് കൊണ്ടാണ് നമുക്ക് രാത്രിയും പകലും ഉണ്ടാകുന്നത്. ഭൂമി സ്വയം കറങ്ങുന്നതോടൊപ്പം സൂര്യനെ ചുറ്റി സഞ്ചരിക്കുകയും ചെയ്യുന്നു. അതിനെ പരിക്രമണം എന്നാണ് വിളിക്കുന്നത്. ഭൂമിക്ക് സൂര്യനെ ഒരു തവണ പൂർണ്ണമായി ചുറ്റി സഞ്ചരിക്കുന്നതിന് 365 കാൽ ദിവസം വേണം. ഇതാണ് ഒരു വർഷം. എന്താണ് പൗർണമി? സൂര്യൻ, ഭൂമി, ചന്ദ്രൻ എന്നിവ ഒരേ സ്ഥാനക്രമത്തിൽ വരുമ്പോൾ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗം മുഴുവനായി കാണാൻ കഴിയുന്ന ദിവസമാണ് പൗർണമി. പൗർണമിയെ നമ്മൾ വെളുത്ത വാവ് എന്നും പറയുന്നു. ഇവിടെ സൂര്യനും ചന്ദ്രനും ഇടയിൽ ഭൂമി വരുന്നു. സൂര്യനും ചന്ദ്രനും ഭൂമിയും ഒരേ സ്ഥാനക്രമത്തിൽ വരുന്ന സമയം സൂര്യപ്രകാശം പതിക്കാത്ത ചന്ദ്രൻ്റെ ഭാഗം ഭൂമിക്ക് അഭിമുഖമായി വരുന്ന ദിവസമാണ് അമാവാസി അല്ലെങ്കിൽ കറുത്ത വാവ്. ഒരു മാസത്തിൽ 14 ദിവസം കഴിഞ്ഞാൽ വെളുത്ത വാവും 14 ദിവസം കഴിഞ്ഞാൽ കറുത്ത വാവും മാറി മാറി വരുന്നു. ഒരു വെളുത്ത വാവ് കഴിഞ്ഞ് അടുത്ത വെളുത്ത വാവിന് 28 ദിവസമാണ് എടുക്കുന്നത്. എന്താണ് കൃത്രിമ ഉപഗ്രഹങ്ങൾ? മനുഷ്യനിർമ്മിതമായ ഉപഗ്രഹങ്ങളെയാണ് കൃത്രിമ ഉപഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. ഗ്രഹങ്ങളെക്കുറിച്ചും ഭൂമിയെക്കുറിച്ചുമുള്ള പഠനത്തിനു വേണ്ടി മനുഷ്യർ നിർമ്മിച്ച് അയക്കുന്ന ഉപഗ്രഹങ്ങളാണ് ഇവ ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഭാരതം വിക്ഷേപിച്ച ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമാണ് ആര്യഭട്ട. 1975 ആര്യഭട്ട വിക്ഷേപിച്ചത്. റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമായ തുമ്പയും സതീഷ് ധവാൻ സ്പേസ് സെൻ്ററായ സിറിയരിക്കോട്ടയും ഇന്ത്യയിൽ കൃത്രിമ ഉപഗ്രഹങ്ങളും റോക്കറ്റുകളും വിക്ഷേപിക്കുന്ന സ്ഥലങ്ങളാണ്. എജുസാറ്റ് വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ ഭാരതം വിക്ഷേപിച്ച കൃത്രിമ ഉപഗ്രഹമാണ്. ഇന്ത്യ വിക്ഷേപിച്ച മറ്റൊരു കൃത്രിമ ഉപഗ്രഹമായ ഇൻസാറ്റ് 3A ഒരു ബഹുമുഖ കൃത്രിമ ഉപഗ്രഹമാണ്. ടെലികമ്മ്യൂണിക്കേഷൻ, ടെലിവിഷൻ പ്രക്ഷേപണങ്ങൾ,
കാലാവസ്ഥാ നിരീക്ഷണം, രക്ഷാപ്രവർത്തനങ്ങൾ, തിരയൽ എന്നിവയൊക്കെ നിരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഇൻസാറ്റ് 3 വിക്ഷേപിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ധാരാളം കൃത്രിമ ഉപഗ്രഹങ്ങൾ ഇപ്പോഴും ഭാരതവും മറ്റ് ലോകരാഷ്ട്രങ്ങളും വിക്ഷേപിച്ചു കൊണ്ടിരിക്കുകയാണ്. ഭാരതത്തിൻ്റെ ചാന്ദ്ര ദൗത്യങ്ങളെക്കുറിച്ച് അല്പം ശ്രദ്ധിക്കാം. 2008 ഒക്ടോബർ 22 വിക്ഷേപിച്ച ചാന്ദ്രയാൻ 1, 2019 വിക്ഷേപിച്ച ചാന്ദ്രയാൻ 2, ചാന്ദ്രയാൻ 2 പരാജയപ്പെട്ടതായി നമുക്ക് അറിയാം. 2023 ജൂലൈ 14 വിക്ഷേപിച്ച, 2023 ആഗസ്റ്റ് 23 ലാൻഡ് ചെയ്ത, ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ ലാൻഡ് ചെയ്ത ചാന്ദ്രയാൻ 3 ഭാരതത്തിൻ്റെ അഭിമാനങ്ങളാണ്. LVM-3 റോക്കറ്റുകളാണ് ചാന്ദ്രയാൻ വിക്ഷേപണത്തിന് വേണ്ടി ഉപയോഗിച്ചത്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, കൃത്രിമ ഉപഗ്രഹങ്ങളെക്കുറിച്ചും ഗ്രഹങ്ങളെക്കുറിച്ചും LSS പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന കുട്ടികൾ കുറച്ചെങ്കിലും അറിഞ്ഞിരിക്കണം. ഇതോടൊപ്പം ഇന്ത്യയിലെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമായ തുമ്പയും ഇന്ത്യയിലെ കൃത്രിമ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രമായ സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ ശ്രീഹരിക്കോട്ടയെക്കുറിച്ചും മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. വീണ്ടും കാണാം. ബൈ.